ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയം കൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാം ചെയ്തിട്ട് അതിന് തിക്തമായ ഒരു ഫലമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിനൊരു നമ്മൾ വിചാരിച്ചതുപോലെ അല്ലാത്ത ഒരു മറുപടി ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവസന്നിധി ചോദിക്കും, ദൈവമേ, ഞാൻ നല്ല ഉദ്ദേശത്തോടെയാണല്ലോ കർത്താവെ ചെയ്തത്, പക്ഷെ എന്താണ് ഇങ്ങനെ ഒരു തിക്തമായ ഒരു മറുപടി എനിക്ക് ലഭിച്ചതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, വചനപ്രകാരം നോക്കുകയാണെങ്കിൽ 1 ദിനവൃത്താന്തം 13-ാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ കാണുന്നത് ദൈവത്തിൻ്റെ പെട്ടകത്തെ കൊണ്ടുവരുവന്ന ദാവീദിനെയും കൂടെയുള്ളവരെയുമാണ് നമ്മൾ കാണുന്നത്. ദാവീദും കൂടെയുള്ളവരും കിര്യത്ത് യയാരാമിൽ നിന്ന് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇവരെല്ലാവരും കൂടി വന്ന് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ 8-ാമത്തെ വാക്യം നോക്കിയാൽ പാട്ടുപാടി കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം ഇതെല്ലാം വായിച്ചുകൊണ്ട് നൃത്തം ചെയ്തൊക്കെയാണ് ദൈവത്തിൻ്റെ പെട്ടകം അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ നോക്കുവാണെങ്കിൽ എന്താ, എല്ലാ രീതിയിലും വളരെ സന്തോഷത്തോടെ ഇവർ പെട്ടകം കൊണ്ടുവരികയാണ്. പക്ഷെ അവിടെ നോക്കുമ്പോൾ കാള വിരളുക കൊണ്ട് ഉസ്സ പെട്ടകം പിടിപ്പാൻ കൈനീട്ടി. ഉസ്സ എന്ന് പറഞ്ഞ ആളെന്തേ പെട്ടകം വീഴാതിരിക്കാൻ കൈ നീട്ടി പിടിച്ചു. പക്ഷേ ആ കൈ പിടിച്ചു കഴിഞ്ഞപ്പം അവിടെ ഉസ്സ മരിച്ചു പോയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് വായിക്കും പലപ്പോഴും നമുക്ക് എൻ്റെ ഉള്ളിൽ തന്നെ വന്ന ഒരു ക്വസ്റ്റ്യൻ, ദൈവമേ, നല്ല കാര്യമല്ലേ അവർ ചെയ്തത്, പെട്ടകം താഴെ വീഴാതിരിക്കാനല്ലേ ഉസ്സ കൈനീട്ടി പിടിച്ചത്, പിന്നെ എന്തുകൊണ്ട് ഉസ്സ മരിച്ചു? അപ്പം ഈ വചനം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രമാണമുണ്ട്. പ്രമാണപ്രകാരമാണോ നാം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഈ ദൈവത്തിൻ്റെ പെട്ടകത്തെ സംബന്ധിച്ച് വ്യക്തമായ ചില പ്രമാണങ്ങളുണ്ട്. അത് ആര് ചുമക്കണം, അതെങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകണം, അങ്ങനെയെല്ലാം വ്യക്തമായ പ്രമാണം ദൈവം കൊടുത്തിട്ടുണ്ട്. ദാവീദും കൂട്ടരും ഈ പ്രമാണം നോക്കാതെ അവരുടേതായ സ്വന്തം ബുദ്ധിക്കാണ് ഈ പെട്ടകത്തെ ചുമന്നുകൊണ്ട് വന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു ഛേദമുണ്ടായത്. എന്നാൽ പ്രമാണം നോക്കിയാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഛേദം സംഭവിക്കുകയില്ലായിരുന്നു. നമ്മൾ 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയാണ്, ലേവ്യരല്ലാതെ ആരും ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കേണ്ടതല്ല. അപ്പം ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ് ലേവ്യര് ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കുക എന്നുള്ളത്. അതല്ലാതെ മറ്റൊരു വ്യക്തി ചുമക്കുവാൻ അവിടെ പ്രമാണമില്ല. ഇവർ പ്രമാണം വിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. പിന്നീട് നമ്മൾ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നോക്കുവാണെങ്കിൽ, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവിൻ. ലേവ്യരായിട്ടുള്ള ആളുകളോട് പറയുവാണ്, നിങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യുകയായിക്കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയെന്ന് അവർക്ക് ബോധ്യമായി. നിയമപ്രകാരം പെട്ടകം ചുമക്കേണ്ടത് ലേവ്യരാണ്. അവരെ തന്നെ ശുദ്ധീകരിച്ചിട്ട് വേണം ഈ പെട്ടകം ചുമക്കാൻ. എന്നാൽ ആദ്യം ഇവരങ്ങനല്ല ചെയ്ത. ലേവ്യരല്ല പെട്ടകം ചുമന്നത്. അവരെ തന്നെ ശുദ്ധീകരിക്കാതെ സാധാരണ ആളുകൾ പെട്ടകം ചുമന്ന ഒരവസ്ഥയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പം അത് നിയമപ്രകാരമല്ലായിരുന്നു നടന്നത് എന്ന കാര്യം ദാവീദിന് അവിടെ ബോധ്യമാവുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ടാണ് നാം കാര്യങ്ങൾ ചെയ്യേണ്ടത്. വചനം എന്തു പറയുന്നു, പ്രമാണം എന്തു പറയുന്നു, ഇത് നോക്കാതെ നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട്, നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നമ്മൾ ഓരോ കാര്യം ചെയ്തിട്ട് ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും വചനം എന്തു പറയുന്നു, പ്രമാണം എന്തു പറയുന്നു, ദൈവത്തിൻ്റെ പ്രമാണം ഇതുപോലാണോ ഇത് എന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ വചനം ചെക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ പരിശോധിച്ചിട്ട് വേണം നാം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ ദൈവവചന പ്രകാരം ഏത് കാര്യം ചെയ്താലും അതിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. വചനപ്രകാരമല്ലാതെ, പ്രമാണപ്രകാരമല്ലാതെ നാം ഒരു കാര്യം ചെയ്തിട്ട് അതിലൊരു പ്രയാസം കടന്നു വന്നാൽ നാം ആരെയും ദൈവത്തെ പഴിചാരിയിട്ട് കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം വ്യക്തമായിട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ള പ്രമാണം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രമാണപ്രകാരം ജീവിക്കുവാനും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാനും നാം നമ്മെ തന്നെ ഒരുക്കുക. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.